നമസ്കാരം. പിണറായി വിജയനെയും കുടുംബത്തിനെയും പിണറായി വിജയനെ ഒട്ടി നിൽക്കുന്നവരെയും സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കാലക്കേടാണ്. പിണറായി വിജയൻ്റെ ഗൺമാൻ്റെയും അംഗരക്ഷകൻ്റെയും കാര്യം തന്നെ ഏറ്റവും വലിയ ഉദാഹരണം. നവകേരള സർക്കിട്ടിനിടയിൽ പിണറായി വിജയനെ കരിങ്കൊടി കാണിച്ചു എന്നൊരൊറ്റ കുറ്റത്തിനാണ് എല്ലാ പ്രോട്ടോക്കോളുകളും മറികടന്നുകൊണ്ട് പിണറായി വിജയൻ്റെ ഗൺമാൻ അനിൽകുമാറും അംഗരക്ഷകൻ സന്ദീപും ചേർന്ന് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ ആലപ്പുഴ താലൂക്ക് ആശുപത്രിയുടെ മുന്നിലിട്ട് തല്ലിച്ചതച്ചത്. അന്ന് മർദ്ദനമേറ്റ KSUവിൻ്റെ നേതാവ് AD തോമസ് ഇന്ന് ആലപ്പുഴ MLA ആണ്. കാര്യങ്ങളൊക്കെ ഇത്ര പെട്ടെന്ന് തിരിഞ്ഞു മറിഞ്ഞു വരുമെന്ന് സ്വപ്നത്തിൽ പോലും ആരും കരുതിയില്ല. മൂന്നാം വട്ടവും അധികാരത്തിൽ വരാം, അതിനുശേഷം ഇപ്പോഴുള്ളതിനേക്കാൾ അർമാദിച്ചു ജീവിക്കാം. അപ്പോഴേക്കും പിണറായി വിജയൻ്റെ കാലം കഴിയും. ഈ ഗൺമാൻ അനിൽകുമാറും അപ്പോൾ സർവീസിൽ നിന്ന് എന്തായാലും അടുത്ത 5 വർഷത്തിനുള്ളിൽ അയാളും വിരമിക്കും. അപ്പോൾ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെയൊക്കെയായിരുന്നു കണക്ക് കൂട്ടൽ. പക്ഷേ എല്ലാ കണക്ക് കൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ട് UDF മൃഗീയമായ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നു. ഈ അന്നത്തെ ആ മർദ്ദനത്തിൽ പുനരന്വേഷിക്കാനായി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. അന്വേഷണ സംഘം 15 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്ന് സർക്കാർ ഉത്തരവിട്ടു. പക്ഷേ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അന്വേഷണ സംഘം റിപ്പോർട്ട് നൽകി. പക്ഷേ ഇന്ന് അതീവ ഗുരുതരമായിട്ടുള്ള ഒരു വകുപ്പ് കൂടി ഈ ഗൺമാൻ ഉൾപ്പെടെയുള്ളവർക്ക് എതിരെ ചുമത്തിയിരിക്കുന്നു. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ജാമ്യമില്ലാത്ത വകുപ്പാണ്. ഇതൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ച കാര്യങ്ങളല്ല. ഇന്നലെ വരെ ചുമത്തിയിരുന്നത് ജാമ്യം കിട്ടാവുന്ന കുറ്റങ്ങളായിരുന്നു ചുമത്തിയിരുന്നത്. അതായത് പിണറായി വിജയൻ്റെ പോലീസും ക്രൈംബ്രാഞ്ചും അന്ന് ക്ലീൻ ചിറ്റ് കൊടുത്തപ്പോഴുണ്ടായിരുന്ന അതേ വകുപ്പുകളാണ് ഇന്നലെ വരെ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് സ്ഥിതി മാറിയിരിക്കുകയാണ്. വധശ്രമം കൂടി ഉൾപ്പെടുത്തിയാണ് പ്രത്യേക അന്വേഷണ സംഘം ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഈ റിപ്പോർട്ട് നൽകിയത് അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസ് നേരിട്ടെത്തിയാണ് ഈ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ തന്നെ മുൻകൂർ ജാമ്യത്തിനായി അനിൽകുമാറും സന്ദീപുമൊക്കെ കോടതിയെ സമീപിച്ചിരുന്നു. പക്ഷേ അവർക്ക് മുൻകൂർ ജാമ്യം എടുക്കേണ്ടതായിട്ടുള്ള ഒരു വകുപ്പുകളൊന്നും അതിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ജാമ്യാപേക്ഷ പിൻവലിച്ചു. അതിനുശേഷം ഇവർ കോടതിയിൽ കീഴടങ്ങും എന്നുള്ള കാര്യം അന്വേഷണ സംഘം മനസ്സിലാക്കി. അങ്ങനെ കീഴടങ്ങിയാൽ ഇവർക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം വളരെ ബുദ്ധിപരമായി ഇന്ന് തന്നെ വധശ്രമം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വകുപ്പുകൾ ചുമത്തി മജിസ്ട്രേറ്റ് കോടതിയിൽ എന്തായാലും റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. ഇത് അനിൽകുമാറിനെയും സന്ദീപിനെയും മറ്റു 3 പേരെയും ചെറിയ രീതിയിലല്ല ബാധിച്ചിരിക്കുന്നത്. വധശ്രമം എന്ന് പറയുമ്പോൾ തീർച്ചയായും റിമാൻഡിൽ പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന് മാത്രമല്ല, ജാമ്യമില്ലാ വകുപ്പാണിത്. സർവീസിൽ നിന്ന് പിരിയാൻ ഇനി അനിൽകുമാറിന് ഏതാനും 1-2 വർഷങ്ങളോ മറ്റോ മാത്രമേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും അനിൽകുമാറിൻ്റെയും സന്ദീപിൻ്റെയും മറ്റ് 3 പേരുടെയും കാര്യം വളരെയധികം അപകടത്തിലാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഞാൻ ഇന്നലെയാണ് യാദൃച്ഛികമായി ഈ അനിലിൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് കാണാനിടയായത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 3ാം കിട അന്തം കമ്മികൾ പോലും ഇത്തരത്തിൽ ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ ചെയ്യില്ല. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഈ അനിൽകുമാർ. എന്നതിലുപരി അയാൾക്ക് സർക്കാർ ഉദ്യോഗം എങ്ങനെ കിട്ടി എന്നുള്ളതാണ്, എങ്ങനെയാണ് അയാൾ ഈ പോലീസിൽ തുടർന്നത് എന്നുള്ളതാണ്. വിജയനോടൊപ്പം വന്നിട്ട് 26 വർഷമായി എന്നാണ് ഒരു വ്യക്തി ഫേസ്ബുക്ക് പോസ്റ്റിൽ അനിലിനെ വാഴ്ത്തിക്കൊണ്ട് എഴുതിത്തള്ളി മറിച്ചിരിക്കുന്നത്. അപ്പോൾ വിജയനോടൊപ്പം മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം ഒരു സൗരഭ്യമെന്ന് കുഞ്ചൻ നമ്പ്യാർ പാടിയത് വെറുതെയല്ല. ഒരുപക്ഷെ ഈ അനിൽകുമാറിൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ അയാളൊരു ശാന്ത സ്വഭാവിയാണെന്നും നല്ലൊരു വ്യക്തിയാണെന്നും ഒക്കെ നമുക്ക് തോന്നുമെങ്കിലും മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം ഒരു സൗരഭ്യം എന്ന് പറഞ്ഞതുപോലെ പിണറായി വിജയനോട് ഒട്ടി നിന്ന് അനിൽകുമാറിൻ്റെ സ്വഭാവം ചിലപ്പോൾ മാറിപ്പോയതായിരിക്കാം. എന്തായാലും അനിൽകുമാറിൻ്റെ ആ ഫേസ്ബുക്ക് അക്കൗണ്ട് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. കാരണം അത് CPMന് വേണ്ടിയുള്ള ഒരു അക്കൗണ്ടായിരുന്നു. CPM നേതാക്കളോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ വലിയ അഭിമാനത്തോടുകൂടി പങ്കുവച്ചിരിക്കുന്നു. ആ അനിൽകുമാറാണ് ഇപ്പോൾ ഈ ഒരു കേസിലും പ്രതിയായിരിക്കുന്നത്. എന്തായാലും കാര്യങ്ങൾ ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം കഷ്ടകാലം തന്നെയാണ്. അന്ന് മെനിഞ്ഞാന്ന് ED ഉദ്യോഗസ്ഥർ റെയ്ഡിനെത്തിയപ്പോൾ പോലും അനിൽകുമാർ സസ്പെൻഷനിലായിട്ട് കൂടി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് പിണറായി വിജയൻ്റെ ഒരു ബാല്യക്കാരൻ സർക്കാരിൻ്റെ ശമ്പളം പറ്റുന്നു, പിണറായി വിജയൻ്റെ അടുക്കളപ്പണി ചെയ്യുന്നു. അത് മാത്രമേ ഉള്ളൂ അനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും ഇതൊക്കെ വളരെ നല്ലൊരു സൂചനകളാണ് നൽകുന്നത്. UDF സർക്കാർ വാഗ്ദാനങ്ങൾ പാലിക്കുന്നുണ്ട്, വാക്കുകൾ പാലിക്കുന്നുണ്ട്. അവർ അധികാരത്തിൽ വന്ന് മണിക്കൂറുകൾക്കകം തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് ഈ കേസ് പുനരന്വേഷിക്കാനായി ഉത്തരവിട്ടു. കൃത്യമായി തന്നെ അനുവദിച്ചതിലും സമയത്തിന് മുൻപായി റിപ്പോർട്ട് സമർപ്പിച്ചു. അതിൽ അതീവ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ കൂടി ചുമത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഇത് നിഷേധിക്കാൻ കഴിയില്ല. പ്രോട്ടോക്കോളുകളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ആ ഒരു മർദ്ദനം അരങ്ങേറിയത് എന്ന് മാത്രമല്ല, പകൽ പോലെ വ്യക്തമായ ദൃശ്യങ്ങൾ തെളിവായുമുണ്ട്. അതുകൊണ്ട് തന്നെ അനിൽകുമാറിനും സന്ദീപിനും ഒക്കെ ഇനി ജയിലിലേക്ക് പോകേണ്ടി വരും എന്നുറപ്പാണ്. വധശ്രമമാണ്, ജാമ്യമില്ലാ കുറ്റമാണ്. മുമ്പ്
ജയറാം പടിക്കലാണ് രാജനെ ഉരുട്ടിക്കൊന്ന കേസിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി. അയാളുടെ ക്രൂരതകളെക്കുറിച്ചൊക്കെ അന്ന് നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ട്. നവാബ് രാജേന്ദ്രനോട് ചെയ്ത കാര്യങ്ങളൊക്കെ, ക്രൂരതകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അയാൾക്ക് അവസാനം പറ്റിയത് അയാളുടെ മനോനില തെറ്റി. അയാൾ റോഡിൽ കൂടി വിരമിച്ച ശേഷം റോഡിൽ കൂടി നടന്നു പോകുമ്പോൾ ഒരു ദിവസം രാത്രി ആരൊക്കെയോ ചേർന്ന് അയാളെ അതിക്രൂരമായി പട്ടിയെ തല്ലുന്നത് പോലെ തല്ലി. അയാളൊരു DGP ആയിരുന്നു എന്ന് ഓർക്കണം. ആ മനുഷ്യനെയാണ് പട്ടിയെ തല്ലുന്നത് പോലെ തല്ലിയത്. അയാളുടെ ഒരു മകൻ കുളിമുറിയിൽ മരിച്ചു കിടന്നു. ഒരു മകന് ഓട്ടിസമോ മറ്റോ ബാധിച്ചു. കുടുംബജീവിതം വളരെയധികം കഷ്ടത്തിലായിരുന്നു. ഒടുവിൽ ഭയപ്പെട്ടാണ് അയാൾ ജീവിച്ചത്. അതാണ് അയാൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ശിക്ഷ. ഈ നരാധമന്മാർക്കും ഈ കാട്ടാളന്മാരുടെയും ഗതി മറ്റൊന്നുമല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരു മനുഷ്യൻ്റെ തല ലക്ഷ്യമാക്കി അടിക്കുമ്പോൾ അതിന് ഒരു മനസാക്ഷി കുത്തും തോന്നിയില്ല എങ്കിൽ, അവൻ്റെ കൈ വിറച്ചില്ല എങ്കിൽ അവൻ എന്ത് വൃത്തികേടുകളും എന്ത് ക്രൂരതകളും ചെയ്യാൻ പ്രാപ്തനാണ്. അവൻ്റെ മനസ്സ് അത്തരത്തിലുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, പിണറായി വിജയനോട് ഒട്ടി നടന്ന അനിൽകുമാറിൻ്റെയും മനസ്സ് മാറിയിട്ടുണ്ട് എന്ന്. എന്തായാലും ഇനി റിമാൻഡിൽ പോയി കഴിഞ്ഞാലും തിരിച്ചിറങ്ങുമ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാരുടെ ഭാഗത്തു നിന്നുള്ള സ്വീകരണം കൂടി ഇവർക്ക് കിട്ടുമോ എന്നുള്ള കാര്യം നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ അത്തരത്തിലൊരു വാർത്ത കൂടി നമ്മൾക്ക് കേൾക്കാനുള്ള ഇടമുണ്ടായേക്കാം.